നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും കഠിനമായി അധ്വാനിച്ചാലും സാമ്പത്തിക തടസ്സങ്ങളോ വീട്ടിൽ ഒരശാന്തിയോ ഒക്കെ അനുഭവപ്പെടാറില്ലേ? നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെയുള്ള വളരെ ലളിതമായ ചില ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും മാറ്റി ധനയോഗവും ഭാഗ്യവും ആകർഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞൾ, കൃത്യം 8 കുരുമുളക് മണികൾ, അല്പം പഞ്ഞി എന്നിവ ഉപയോഗിച്ച് വീട്ടിൽ ചെയ്യാവുന്ന അതീവ ഫലപ്രദമായ 3 പരമ്പരാഗത രീതികളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒന്നാമത്തെ രീതി, ധനപ്പെട്ടിയിലെ മാന്ത്രിക പൊതി. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ധനാകർഷണത്തിനായുള്ള ഒരു പ്രത്യേക പൊതിയാണ്. ഇതിനായി വൃത്തിയുള്ള അല്പം പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ചെറിയ മഞ്ഞത്തുണിയോ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ വയ്ക്കുക. പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കാം. ഇതിനൊപ്പം കൃത്യം 8 കുരുമുളക് മണികൾ കൂടി വയ്ക്കുക. 8 എന്ന സംഖ്യ ജ്യോതിഷപരമായി തടസ്സങ്ങൾ മാറ്റുന്നതിനും സ്ഥിരതയ്ക്കും ഉത്തമമാണ്. ഇവ ഒരുമിച്ച് വെച്ച് ഒരു ചെറിയ പൊതിയാക്കുക. ഈ പൊതി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ലോക്കറിലോ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ക്യാഷ് ബോക്സിലോ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ സമ്പത്ത് വെറുതെ ചിലവായി പോകുന്നത് തടയുകയും സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വഴി തുറക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ രീതി, മുൻവാതിലിലെ സുരക്ഷാ കവചം. നമ്മുടെ വീട്ടിലേക്ക് നല്ല ഊർജവും ചീത്ത ഊർജവും പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിയെ പടിക്ക് പുറത്ത് നിർത്താൻ ഈ വഴി പരീക്ഷിക്കാം. ഒരു ചെറിയ പാത്രം എടുത്ത് അതിലൽപ്പം പഞ്ഞി ബെഡ് പോലെ വിരിക്കുക. അതിനു മുകളിലായി അല്പം മഞ്ഞപ്പൊടിയും കൂടെ 8 കുരുമുളക് മണികളും വയ്ക്കുക. ഈ പാത്രം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന മുൻവാതിലിൻ്റെ വലതുഭാഗത്തായോ അല്ലെങ്കിൽ ശ്രദ്ധ പെട്ടെന്ന് പതിയുന്ന കോണിലോ സ്ഥാപിക്കുക. ഇത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് കണ്ണുകളെയും ദോഷങ്ങളെയും ആഗിരണം ചെയ്യും. ഓരോ ആഴ്ചയും ഇത് മാറ്റി പുതിയത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ രീതി, മഞ്ഞൾ കുരുമുളക് ദീപം. മൂന്നാമത്തെയും ഏറ്റവും ശക്തവുമായ വഴി, സന്ധ്യാസമയത്ത് തെളിയുന്ന ഒരു പ്രത്യേക ദീപമാണ്. വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ഇത് ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും. ഇതിനായി നല്ല വൃത്തിയുള്ള പഞ്ഞി എടുക്കുക. അതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും 8 കുരുമുളക് മണികളും ചെറുതായി ചതച്ച് ചേർക്കുക. പഞ്ഞിയിൽ ഇവ നന്നായി തിരുമി ഒരു തിരി ഉണ്ടാക്കി എടുക്കുക. ശേഷം ഒരു മൺവിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് നമ്മൾ തയ്യാറാക്കിയ ഈ പ്രത്യേക തിരിയിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി, അതായത് ഈശാന കോണിൽ ദീപം തെളിക്കുക. ഈ ദീപത്തിൽ നിന്നുയരുന്ന പുക വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഈ പറയുന്ന കാര്യങ്ങൾ വെറും ഒരു ചടങ്ങായി മാത്രമല്ല, പൂർണ്ണമായ വിശ്വാസത്തോടും പോസിറ്റീവായ ചിന്തകളോടും കൂടി വേണം ചെയ്യാൻ. ഒപ്പം നമ്മുടെ കഠിനാധ്വാനവും കൂടി ചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. വളരെ ലളിതമായ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കൂ. മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.